ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മേടം രാശിയിലെ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വർഷമാണ് 2026. മേടം രാശിക്കാർക്ക് ഇപ്പോൾ 7.5 ശനിയുടെ കാലഘട്ടമാണ്. രാശിചക്രത്തിന്റെ ആദ്യത്തെ രാശിയായ മേടം രാശി ചൊവ്വയുടെ അധീനതയിലുള്ള രാശിയാണ്. 2026 സംഭവിക്കുവാൻ പോകുന്ന ശനിയുടെ മാറ്റങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിലെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ എല്ലാ മേഖലകളിലെയും മാറ്റങ്ങളും ഒപ്പം പരിഹാരങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ശനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ശനി നിൽക്കുന്നത് മേടം രാശിക്കാരുടെ 12ാം ഭാവത്തിലാണ്. ഈ സ്ഥിതി 7.5 ശനിയുടെ ആദ്യഘട്ടമാണ്. ഒരു രാശിയിൽ ശനി 2.5 വർഷമാണ് നിൽക്കുന്നത്. അങ്ങനെ 12, 1, 2 ഭാവങ്ങളിലായി ആകെ 7.5 വർഷം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2026 ജൂൺ മാസം പകുതിയോടെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും രേവതി നക്ഷത്രത്തിലേക്ക് ശനി മാറുന്നുണ്ട്. ശനി കർമ്മത്തിന്റെ ദേവനാണ്. നല്ല രീതിയിൽ പരിശ്രമം ചെയ്യുന്നവർക്ക് 2026 വർഷം അനുഗ്രഹമായും അലസമായി പ്രവർത്തിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ കൂടുതലായും അനുഭവപ്പെടുന്ന വർഷമാണ്. പൊതുവെ 12ാം ഭാവം എന്നത് ചില കാര്യങ്ങൾക്ക് ലാഭം, സാമ്പത്തിക ചിലവുകളിൽ വർധനയുമാണ് ഫലം. എന്നാൽ വിദേശകാര്യങ്ങൾക്ക് അനുകൂലവുമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് 2026 ഏറ്റവും നിർണായകമായ വിഷയം തൊഴിൽ മേഖല തന്നെയാണ്. എന്തുകൊണ്ടാണ് തൊഴിൽ ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നതെന്ന് മനസ്സിലാക്കാം. 2026 നിങ്ങൾ തൊഴിലിൽ ഒഴുക്കുന്ന ഓരോ തുള്ളി വിയർപ്പും ഭാവിയിൽ വലിയ സമ്പാദ്യമായി തിരിച്ചു കിട്ടും. ജോലിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതാണ്. കാരണം നിങ്ങളെ വിശ്വസിച്ച് ആ കർമ്മം ഏൽപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുവാൻ മികച്ച അവസരമായി കണ്ടുകൊണ്ട് ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. ജോലിയിലോ സ്ഥാനത്തിലോ വരുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. 2026 സംഭവിക്കുന്ന ഓരോ മാറ്റവും നിങ്ങളെ കൂടുതൽ നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള പ്രപഞ്ചത്തിന്റെ വഴിയായി കാണേണ്ടതാണ്. ജോലിയിൽ ഒരേ പൊസിഷനിൽ തന്നെ നിന്നു പോകുന്നവർക്ക് അവരുടെ യഥാർത്ഥ കഴിവ് തെളിയിക്കുവാൻ പറ്റിയ പുതിയ അവസരങ്ങൾ 2026 തേടിയെത്തും. അത് ചിലപ്പോൾ ഒരു സ്ഥലമാറ്റമാകാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ചേഞ്ച് ആകാം. ഇതിനെ പോസിറ്റീവായി സ്വീകരിക്കുക. ജോലി സംബന്ധമായി കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങളും കോണ്ടാക്റ്റുകളും ഉണ്ടാക്കുവാൻ സഹായിക്കും. ഈ യാത്രകൾ നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് വലുതാക്കും. മേടം രാശിക്കാർക്ക് 2026 നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം വിദേശയോഗമാണ്. തൊഴിൽ മേഖലയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലവുമാണ്. വിദേശത്ത് ജോലി എന്നത് സ്വപ്നമായി കൊണ്ടു നടക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും. വിസ നടപടികൾ വേഗത്തിലാകുന്നതാണ്. നാട്ടിൽ തന്നെയാണെങ്കിൽ പോലും വിദേശ കമ്പനികളുമായോ വിദേശ ക്ലയന്റുകളുമായോ ചേർന്ന് പ്രവർത്തിക്കുവാൻ അവസരം വന്നു ചേരും. ഇത് നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉയർത്തുക തന്നെ ചെയ്യും. സാങ്കേതിക രംഗത്തുള്ളവർക്ക് ഓൺസൈറ്റ് അവസരങ്ങൾ ലഭിക്കുവാനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക് നിങ്ങളുടെ സംരംഭത്തെ അടുത്ത ഘട്ടത്തിലേക്ക് വളരുവാൻ 2026 ഉപയോഗിക്കാം. പ്രാദേശിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ദൂരദേശങ്ങളിലേക്ക് കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. എക്സ്പോർട്ട് സാധ്യതകൾ പരിശോധിക്കുന്നത് വലിയ വിജയം നൽകുന്നതാണ്. പുതിയ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുവാൻ അനുകൂല വർഷമല്ല 2026. നിലവിലുള്ള പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതുപോലെ രേഖാമൂലമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതുമാണ്. പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ബിസിനസിന്റെ ക്വാളിറ്റി കൂട്ടുവാനും ബ്രാൻഡിംഗ് മെച്ചപ്പെടുത്തുവാനും പണം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചിലവാക്കുകയും ചെയ്യുന്നത് ഗുണകരമാകുന്നതാണ്. 12ാം ഭാവം നിക്ഷേപങ്ങളുടെ ഭാവം കൂടിയാണ്. ഇപ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ലാഭങ്ങൾ നേടിത്തരുന്നതാണ്. കരിയറിൽ നിങ്ങളുടെ കൂടെ ചിരിച്ച് സംസാരിക്കുന്നവർ തന്നെ മേലുദ്യോഗസ്ഥരോട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഔദ്യോഗിക രഹസ്യങ്ങൾ സഹപ്രവർത്തകരുമായി പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധയും വേണ്ടതാണ്. ജോലിസ്ഥലത്തെ ചെറിയ അസ്വാരസ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അനുകൂലമാകുന്നതാണ് നിങ്ങൾക്ക് 2026. ആര് എന്തു പറഞ്ഞാലും അതിൽ ഫോക്കസ് നൽകാതെ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ പ്രവൃത്തി കൃത്യമായി ചെയ്യുക. വലിയ വിജയങ്ങളിലൂടെ മറുപടി നൽകുവാൻ നിങ്ങൾക്ക് 2026 സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും സത്യസന്ധതയും കൈമുതലായുള്ള മേടം രാശിക്കാർക്ക് 2026 അവസാനത്തോടെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതൊന്നും നിങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒന്നുമല്ലാതായി തീരുന്നതാണ്.
ധൈര്യമായി തന്നെ മുൻപോട്ട് പോവുക. ഇനി 2026 മേടം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥയാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകില്ല എന്നല്ല, വരുമാനം കൃത്യമായി തന്നെ വരും. എന്നാൽ അത് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ചിലവുകളും വരിവരിയായി വന്നു ചേരും. ജ്യോതിഷപരമായി പറഞ്ഞാൽ ശനി നിൽക്കുന്നത് 12ാം ഭാവമായ വ്യയഭാവത്തിലാണ്. അതുകൊണ്ട് 2026 പണം എത്ര സമ്പാദിച്ചാലും അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ചോർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചിലവുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലിക്വിഡ് ക്യാഷ് അല്ലെങ്കിൽ കയ്യിലുള്ള പണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കുറവായിരിക്കും. സാമ്പത്തിക മേഖലയിൽ 2026 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസവഞ്ചനയാണ്. ശനി 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ്. 2026 പണം കടം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായാൽ അത് തിരികെ ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നതാണ്. കടം കൊടുത്ത പണം തിരിച്ചു ചോദിക്കുന്നത് വഴി ബന്ധങ്ങൾ വഷളാവുവാനും അതുപോലെ പണം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. മറ്റൊരാളുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് ജാമ്യം നിൽക്കുവാൻ പറ്റിയ ഒരു വർഷവുമല്ല. അത് അവസാനം നിങ്ങളുടെ ബാധ്യതയായി മാറുന്നതുമാണ്. നെഗറ്റീവ് വശങ്ങൾക്കിടയിലും 2026 വലിയൊരു പോസിറ്റീവ് വശമുണ്ട്. അതാണ് വിദേശധനം. നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവരെക്കാൾ 10 മടങ്ങ് സാമ്പത്തിക നേട്ടം 2026 നേടുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന മേടം രാശിക്കാർക്കാണ്. 12ാം ഭാവം വിദേശത്തെ സൂചിപ്പിക്കുന്നതിനാൽ വിദേശ കറൻസിയിലൂടെയുള്ള വരുമാനം വർദ്ധിക്കുന്നതാണ്. 2026 പണം കയ്യിൽ വെച്ചാൽ ചെലവായി പോകുമെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. ഇതിനൊരു മറുവശവുമുണ്ട്. പണം ചെലവാകുന്നത് നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ അത് ദോഷകരവുമല്ല. പണം കയ്യിൽ വരുമ്പോൾ തന്നെ അത് ഭൂമിയായോ സ്വർണമായോ ഇൻവെസ്റ്റ് ചെയ്യുക. മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിദേശ പഠനത്തിനോ വേണ്ടി വലിയ തുക ചെലവാക്കേണ്ടി വന്നേക്കാം. ഇതൊരു ചെലവാണെങ്കിൽ പോലും ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമായി കാണേണ്ടതാണ്. 2026 മേടം രാശിക്കാർ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് സ്വന്തം നാവിനെയാണ്. ശനി നിങ്ങളുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 2ാം ഭാവമായ കുടുംബത്തിന്റെയും വാക്കിന്റെയും സ്ഥാനത്താണ്. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ വാക്കുകൾ പുറത്തു വരികയും അത് കുടുംബാംഗങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. വളരെ നിസ്സാരമായ കാര്യത്തിന് തുടങ്ങുന്ന സംസാരം വലിയ തർക്കങ്ങളിലേക്കും ചിലപ്പോൾ കുടുംബത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നതിലേക്കും കാരണമായേക്കാം. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക എന്നതാണ് 2026 കുടുംബ സമാധാനം നിലനിർത്തുവാനുള്ള ഏക മാർഗം. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ കൂടി അത് അവതരിപ്പിക്കുന്ന രീതി മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചെന്ന് വരില്ല. ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നാൽ 12ാം ഭാവം എന്നത് ശയനസുഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ശനി നിൽക്കുന്നത് ദമ്പതികൾക്കിടയിൽ മാനസികമോ ശാരീരികവുമായ ഒരു അകലം സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. അകാരണമായ കലഹങ്ങൾ, പങ്കാളിയുമായി സ്നേഹത്തിൽ പോകുമ്പോഴും പെട്ടെന്ന് ഈഗോ ക്ലാഷുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുവാൻ മടിക്കുന്നത് പ്രശ്നങ്ങൾ വഷളാക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഉന്മേഷക്കുറവോ അനുഭവപ്പെടാം. മൂന്നാമതൊരാളുടെ ഇടപെടൽ മൂലം ദാമ്പത്യത്തിൽ സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പങ്കാളിയെ കുറ്റപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി ആവശ്യങ്ങൾക്കോ വിദേശത്തേക്കോ നിങ്ങളിൽ ഒരാൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. കുടുംബസമേതം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 വർഷം അനുകൂലമാണ്. അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങൾ എന്നിവരുമായുള്ള ബന്ധത്തിലും 2026 ചില ഉലച്ചിലുകൾ തട്ടാവുന്നതാണ്. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട പഴയ തർക്കങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുപോലെ മധ്യസ്ഥ ചർച്ചകളിൽ സംയമനം പാലിച്ചില്ലെങ്കിൽ അത് കേസ് വഴക്കുകളിലേക്ക് നീങ്ങാവുന്നതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പല്ല്, തൊണ്ട, ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ജാതകത്തിൽ ശനി നീചനാണെങ്കിൽ കാലുവേദന, നടുവേദന, സന്ധിവേദന എന്നിവ സ്ഥിരമായി അലട്ടാവുന്നതാണ്. ശനി 12 നിൽക്കുന്നത് കൊണ്ട് ഉറക്കക്കുറവ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ രാശിനിലയുടെ അപഗ്രഥനം പ്രധാനമാണ്. മേടം രാശിയുടെ 12ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. 12ാം ഭാവം മോക്ഷത്തിന്റെയും നഷ്ടത്തിന്റെയും ഭാവമാണ്. അതിനാൽ സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കേ ഫലം കിട്ടുകയുള്ളൂ. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നീരാഞ്ജന വഴിപാട് ചെയ്യുന്നത് നിങ്ങളുടെ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് സഹായകമാകും. എല്ലാ ദിവസവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നത് നിങ്ങളുടെ വാക്കുദോഷം കുറയ്ക്കുവാൻ സഹായിക്കും. ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതായിരിക്കും. നമ്മൾ ഇതുവരെ 2026 മേടം രാശിക്കാരുടെ ജീവിതത്തിലെ പല വശങ്ങളാണ് ചർച്ച ചെയ്തത്. ഇവയെല്ലാം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയ ആശങ്കകൾ തോന്നിയിട്ടുണ്ടാകും.
എന്നാൽ സത്യത്തിൽ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല. 2026 ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കേണ്ടത് തടസ്സങ്ങളുടെ വർഷമെന്നല്ല, മറിച്ച് അടിത്തറയിടുന്ന ഒരു വർഷമെന്നാണ്. ഒരു വലിയ കെട്ടിടം പണിയും മുമ്പായി നമ്മൾ മണ്ണെടുത്ത് മാറ്റുകയും ആഴത്തിൽ കുഴികളെടുക്കുകയും ചെയ്യാറുണ്ട്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും വരുവാൻ പോകുന്ന വലിയ വിജയത്തിന്റെ ഒരു തുടക്കമാണത്. നിങ്ങളുടെ ജീവിതത്തിൽ ശനി ഭഗവാൻ ചെയ്യുന്നതും ഇതേ കാര്യമാണ്. നിങ്ങളുടെ വിജയ ജീവിതത്തിന് വേണ്ടിയുള്ള ശക്തമായ അടിത്തറയാണ് 2026. മേടം രാശിക്കാർ എന്നാൽ പോരാളികളാണ്. ചെറിയ കാറ്റത്ത് പോലും വീണു പോകുന്നവരല്ല, മറിച്ച് കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് കരുത്ത് കാട്ടുന്നവരാണ്. 7 ശനി എന്നത് നിങ്ങളെ തകർക്കുവാനല്ല, മറിച്ച് നിങ്ങളിലെ യഥാർത്ഥ കഴിവുകളെ പുറത്തെടുക്കുവാനുള്ള പ്രപഞ്ചത്തിന്റെ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് മാറ്റങ്ങളെ ഭയപ്പെടാതെ തല ഉയർത്തിപ്പിടിച്ച് 2026 നടന്നു കയറുക. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ശനി ഒരിക്കലും ദോഷം ചെയ്യത്തില്ല, മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. വിധി നിങ്ങൾക്കൊപ്പമാണ്, വിജയം സുനിശ്ചിതവുമാണ്. എല്ലാവർക്കും 2026 നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.